ആ മമ്മൂട്ടി ചിത്രത്തിന് എന്ത് സംഭവിച്ചു? മലയാളത്തിൽ നിന്ന് ഒരു ചിത്രം കൂടി അടുത്തിടെ റിലീസിന് എത്തിയിരുന്നു. നവംബർ 7-നായിരുന്നു തിയേറ്ററിൽ വീണ്ടും അമരം എത്തിയത്. ഒരു കാലത്ത് വൻ ഹിറ്റായിരുന്ന അമരം വീണ്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ നിരാശയായിരുന്നു ഫലം എന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ കാലത്ത് അമരം സ്വീകരിക്കപ്പെട്ടില്ലെന്നാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെറും 3 ദിവസത്തെ കളക്ഷൻ കണക്കുകൾ മാത്രമാണ് അമരത്തിന്റെ ട്രെയിലർ അനലിസ്റ്റ് പുറത്തുവിട്ടത്. ചിത്രത്തിന്റെ ഓപ്പണിംഗിൽ 6.5 ലക്ഷം മാത്രമാണ് ചിത്രം നേടാനായത്. രണ്ടാം ദിവസം 7.2 ലക്ഷം ചിത്രം നേടിയപ്പോൾ മൂന്നാം ദിവസം അത് 5.7 ലക്ഷമായി കുറഞ്ഞു. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ ആകെ കളക്ഷൻ 19.40 ലക്ഷം മാത്രമാണ് റിലീസിൽ നിന്ന് നേടിയതെന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മമ്മൂട്ടിക്ക് പുറമെ മുരളിയും അശോകനും മാധവുമൊക്കെ മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു അമരം. മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ 10 കഥാപാത്രങ്ങളെടുത്താൽ അതിൽ അമരത്തിലെ അച്ചൂട്ടി എന്നും ഉണ്ടാകും. 34 വർഷത്തിനു ശേഷം അച്ചൂട്ടിയും അച്ചൂട്ടിയുടെ മകൾ മുത്തുവും വീണ്ടും തിയേറ്ററിൽ എത്തിയത് 4K മികവിൽ മികച്ച ദൃശ്യവിരുന്നോടാണ്. മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു അമരം. ചെമ്മീനു ശേഷം മലയാളത്തിന്റെ കടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ മനോഹരമായ ചിത്രം. ലോഹിതദാസിന്റെ തിരക്കഥയിലാണ് മലയാളത്തിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ്മാനായിരുന്ന ഭരതൻ ചിത്രമൊരുക്കിയത്.